ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് പോണേക്കാൾ മുമ്പ് എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും നല്ലൊരു പെരുന്നാൾ ആശംസിക്കുകയാണ്. എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ചു പൊളിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് നമുക്ക് ഈ പെരുന്നാളിന് ഒരുങ്ങാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. വളരെ കുറച്ച് പ്രോഡക്റ്റ്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ, ഹെവി മേക്കപ്പ് ഒന്നുമല്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ആയുഷിൻ്റെ ഒരു അലോവേര ജെല്ലാണ്. അപ്പോൾ ഈ അലോവേര ജെല്ലുകൊണ്ട് ഫേസ് മോയ്സ്ചറൈസ് ചെയ്യണോണ്ട് പിന്നെ ഞാൻ വേറെ പ്രൈമറൊന്നും ഇതിൻ്റെ മേലെ ഇടുന്നില്ല. കാരണം അലോവേര ജെൽ ഇട്ടാൽ തന്നെ നല്ലൊരു മോയ്സ്ചറൈസേഷൻ നമ്മൾ സ്കിന്നിന് കിട്ടും. അതുമാത്രമല്ല നമ്മളുടെ മേക്കപ്പൊക്കെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് വെക്കാനായിട്ടും നല്ലൊരു പ്രൈമറായിട്ടും ആക്ട് ചെയ്യും. ലിപ്സ് മോയ്സ്ചറൈസ് ചെയ്യാൻ ഞാൻ എടുത്തിട്ടുള്ളത് ലിപ് ബ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിപ് ക്രീമാണ്. ഇത് ഞാൻ മുമ്പ് ഒരു വീഡിയോ ട്യൂട്ടോറിയലിൽ ഈ സെയിം ലിപ് ക്രീം വെച്ചിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായി. അപ്പോൾ അന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി ഒരു റിവ്യൂ ചെയ്യുമെന്ന്. അപ്പോൾ എന്തായാലും വേഗം തന്നെ ചെയ്യാം കേട്ടോ. പിന്നെ കണ്ണിന് ചുറ്റുള്ള ഏരിയ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു ബയോട്ടിക്കിൻ്റെ അണ്ടർ ഐ ക്രീമാണ്. ഇത് നമുക്ക് കണ്ണിന് ചുറ്റും ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ പോകാൻ നല്ലതാണ്. അതുപോലെ ഡാർക്ക് സർക്കിൾസൊക്കെ കുറേ അധികം കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മേക്കപ്പൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ കണ്ണിന് ചുറ്റുള്ള ഏരിയയിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഐ ക്രീമൊക്കെ ഇടുന്നത്. ഇന്നത്തെ നമ്മളുടെ മേക്കപ്പ് ലുക്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു CC ക്രീമാണ്. ഫൗണ്ടേഷൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു ചെറിയൊരു ഫെസ്റ്റിവലിൻ്റെ മേക്കപ്പ് അല്ലേ, അപ്പോൾ നമുക്കിതുപോലത്തെ CC ക്രീമൊക്കെ മതിയാവും. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ലാക്മേയുടെ CC ക്രീമാണ്. ഇതിലെൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഹണിയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഫേസിൽ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാനൊരു വെറ്റ് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ടും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ CC ക്രീമിനെ പറ്റിയിട്ട് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടൊരു റിവ്യൂ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ഡാം ബ്യൂട്ടി ബ്ലെൻഡറോട് നമ്മൾ CC ക്രീം ആയാലും ഫൗണ്ടേഷൻ ആയാലും നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മളുടെ മേക്കപ്പ് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ഒക്കെ ആയിട്ടിരിക്കാൻ നല്ലതാണ്. നമ്മളുടെ മേക്കപ്പ് ഒലിച്ച് പോവാതെയും അതുപോലെ കേക്കി ആവില്ലേ, ഇങ്ങനെ കട്ട പോലെ ഫേസിൽ വന്ന് നിൽക്കും നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞ് നോക്കിയാൽ. അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഇനി അടുത്തതായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഐ ഷാഡോ ആണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഹിലാരി റോഡ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ഐ ഷാഡോ ആണ്. അപ്പോൾ ലൈറ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഐ ഷാഡോ നമ്മൾ വളരെ ചെറിയ രീതിയിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇനി ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് ജസ്റ്റ് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ളത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ഡാർക്ക് ബ്രൗൺ ഐബ്രോ പെൻസിലാണ്. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് പിന്നെ എൻ്റെ ഒരു പഴയ മസ്കാരയുടെ ഒരു ബ്രഷ് ഉണ്ട്, അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു നാച്ചുറൽ ഫിനിഷ് കിട്ടും. ഇനി ഞാൻ എൻ്റെ ബ്രോ ബോൺസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ ഐ ഷാഡോ പാലറ്റിൽ തന്നെ ഒരു ഹൈലൈറ്റർ ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മളുടെ പുരികത്തിൻ്റെ താഴെ ഈ ഒരു ഭാഗത്ത് കുറച്ച് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നമ്മളുടെ സിമ്പിൾ മേക്കപ്പിലൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് കുറച്ചും കൂടി ഡിഫൈൻഡ് ആയിട്ട് തോന്നും. അത് ഇനി ഞാൻ കണ്ണെഴുതാൻ പോവാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഐലൈനർ NYBയുടെ ഒരു ഐലൈനറാണ്. ഇത് ഞാൻ പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചാണ്. നിങ്ങൾ പർപ്പിൾ ഹോളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ കണ്ണിൻ്റെ മേലെ നല്ല കട്ടിയിൽ തന്നെയാണ് എഴുതി കൊടുക്കുന്നത്. എന്നിട്ട് ഔട്ടർ കോർണറിൽ എത്തുമ്പോൾ ഒരു ടെയിൽ പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു വാലിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇന്നർ കോർണറിലേക്ക് വരുമ്പോൾ താഴേക്ക് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ NYBയുടെ ഐലൈനർ ഉണ്ടല്ലോ, നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. നല്ല ഡാർക്ക് ബ്ലാക്കാണ്. അതുപോലെ ഇതിൻ്റെ ആ ഒരു ഐലൈനർ ബ്രഷ് എന്ന് പറയുന്നത് നമ്മളുടെ വിങ്ഡ് ഐലൈനറൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബ്രഷാണ്. നല്ല ഫിനിഷിങ് വരും നമ്മൾ വിങ്സൊക്കെ വരയ്ക്കുമ്പോൾ. കണ്ണെഴുതാന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞാൻ ഡെയിലി കണ്ണെഴുതാൻ ശ്രമിക്കാറുണ്ട്. ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ തിരക്കിന് ഓഫീസിലേക്ക് പോകുമ്പോൾ കണ്ണെഴുതാൻ വിട്ട് കഴിഞ്ഞാൽ തന്നെ എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്, എന്ത് പറ്റി കണ്ണൊക്കെ വല്ലാതിരിക്കുന്നത്, ഇന്നലെ രാത്രി ഉറങ്ങിയില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ മിക്ക ദിവസവും കണ്ണെഴുതാൻ ശ്രമിക്കാറുണ്ട്. ഇത്ര
ഐലൈനർ ഒന്നും ഇട്ടില്ലെങ്കിലും ജസ്റ്റ് കാജലൊന്ന് വാട്ടർ ലൈനിൽ വരച്ചു കൊടുക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. ഇനി വാട്ടർ ലൈനിൽ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് എ ഡി എസിൻ്റെ ഒരു കാജലാണ്. ഇത് ഭയങ്കര എന്താ പറയുക, വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു കാജലാണ് കേട്ടോ. ഇതെനിക്ക് കിട്ടിയത് 40 രൂപയ്ക്കാണ്. ഇവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ്. എൻ്റെ കയ്യിലുള്ള മെബ്ലിൻ്റെ കാജൽ തീർന്നു പോയി. അപ്പോൾ ഇവിടെ അടുത്ത് ജസ്റ്റ് പോയി വാങ്ങിച്ചപ്പോൾ ഇതുണ്ടായിരുന്നുള്ളൂ. എനിക്കാദ്യം വാങ്ങിക്കാനായിട്ട് മടിയായിരുന്നു. ADS എന്ന് പറഞ്ഞപ്പോഴും പിന്നെ 40 രൂപ അത് കണ്ടപ്പോഴും എനിക്കിങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടായി. ഇല്ല, പക്ഷേ ഓൺലൈനൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. നല്ലൊരു ബ്രാൻഡ് തന്നെയാണ് ADS. അതുമാത്രമല്ല അത്യാവശ്യം ലോങ് ലാസ്റ്റിങ് തന്നെയാണ് ഈ കാജൽ. നമ്മൾ രാവിലെയൊക്കെ എഴുതി കഴിഞ്ഞാൽ വൈകുന്നേരം വരെയൊക്കെ നമ്മളുടെ കണ്ണിൽ അങ്ങനെ അധികം സ്പ്രെഡ് ആവാണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് മസ്കാരയാണ് ഇട്ട് കൊടുക്കുന്നത്. മസ്കാര മേലത്തെ ലാഷസിൽ മാത്രം ഇടുന്നുള്ളൂ, താഴെ ഞാൻ അധികം അങ്ങനെ ഇടാറില്ല. ഇനി ഞാൻ എൻ്റെ ലിപ്സ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഔട്ട്ലൈൻ ചെയ്തിട്ട് ലിപ്സ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യും ഞാൻ ലിപ്പ് ലൈനറുകൊണ്ട്. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ലിപ്സ്റ്റിക്ക് ഉണ്ടല്ലോ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടിരിക്കും. അധികം അങ്ങനെ പോവാണ്ടൊക്കെ നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ലിപ്പ് ലൈനർ വെച്ചിട്ട് ആദ്യം ഔട്ട്ലൈൻ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും. എന്നിട്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ലിപ് ഷെയ്ഡ് എന്ന് പറയുന്നത് പീച്ച് മാഗ്നറ്റാണ്. ലാക്മേയുടെ ലിപ് ക്രയോൺ ആണ് എടുത്തിട്ടുള്ളത്. പീച്ച് മാഗ്നറ്റ് എന്നാണ് ഈ ഷെയ്ഡിൻ്റെ പേര്. ഇത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ്. അധികം റേറ്റൊന്നും ഇല്ലാത്ത നല്ലൊരു ലിപ് ക്രയോൺ ആണ്. നമുക്ക് ഡെയിലിയൊക്കെ യൂസ് ചെയ്യാം. അധികം ബ്രൈറ്റ് കളറൊന്നുമല്ല, വളരെ ലൈറ്റായിട്ടുള്ള ന്യൂഡ് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു മാറ്റ് ഫിനിഷൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലിപ് ഷെയ്ഡ് ചൂസ് ചെയ്യാം. ഇനി ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഹിലാരി റോഡയുടെ ഒരു കോമ്പാക്ട് പൗഡറാണ്. അപ്പോൾ നിങ്ങളുടെ ഓയിലി സ്കിന്നാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാം. ഇനി ഡ്രൈ സ്കിന്നാണെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. കാരണം ഓയിലി സ്കിന്നാരാണ് നമ്മൾ CC ക്രീമും BB ക്രീമൊക്കെ ഇട്ട് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ ഓയിലൊക്കെ വന്ന് നിൽക്കും. അപ്പോൾ നമ്മളുടെ മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഡ്രൈ സ്കിന്നാരാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി ഞാൻ ഫേസ് ഒന്ന് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ പോകണം. നേരത്തെ ബ്രോ ബോൺസ് മാത്രം ഞാൻ ഹൈലൈറ്റ് ചെയ്തുള്ളൂ. വിട്ടുപോയ കുറച്ച് ഭാഗങ്ങളുണ്ട്. മൂക്കിൻ്റെ മേൽഭാഗം, അതുപോലെ ക്യൂപ്പിഡ്സ് ബോ, താടിയുടെ അവിടെ ഒക്കെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ മേക്കപ്പ്. ഇനിയിപ്പോൾ ഹെയർ സ്റ്റൈൽ ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും ഫ്രീ ഹെയർ ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ തട്ടം എന്ന് പറയാനായിട്ട് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ കൂടെ വരുന്നൊരു ഷോളാണ്. ഓക്കെ, പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഇയറിങ്സ് കുറച്ച് വലിയ ഇയറിങ്സാണ്. അല്ലെങ്കിലും നമ്മൾ ഈ തട്ടൊക്കെ ഇടുമ്പോൾ വലിയ ഇയറിങ്സ് ഇടുന്നതാണ് നല്ല ഭംഗിയാണ്. അല്ലെങ്കിലും ഭംഗി തന്നെയാണല്ലേ. ആ തട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ആ വലിയ ഇയറിങ്സ് ഇങ്ങനെ കാണുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ വലിയൊരു ഇയറിങ്സ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മളുടെ മേക്കപ്പ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ സിമ്പിൾ മേക്കപ്പ് ലുക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വസ്റ്റുകളുണ്ട്, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒരു മടി വിചാരിക്കേണ്ട, കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ എല്ലാ കമൻസും വായിക്കാറുണ്ട്, റിപ്ലൈ തരാറുണ്ട്, മാക്സിമം റിപ്ലൈ തരാറുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.